ഹലോ ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. കോവയ്ക്ക മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും വയ്ക്കുന്നതാണ്. പക്ഷേ കോവയ്ക്ക റൗണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്, നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു പീസായിട്ട്. ഇനി അടുത്ത് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് 1 സ്പൂണ് ജീരകം ഒന്ന് നല്ല ചുമന്ന് വരുന്നവരെ എണ്ണയിൽ കിടന്ന് ചൂടാവണം. അത് കഴിഞ്ഞ് കോവയ്ക്ക് അതിലോട്ട് ഇടുക. കോവയ്ക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുത്ത് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇളക്കണം, നല്ലോണം ഇളക്കണം. ഇളക്കി ഒന്ന് നല്ല വഴറ്റിയെടുത്തതിന് ശേഷം ഇത് കോവയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. നല്ലൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് ഞാൻ ഇടാൻ പോകുന്നത് ടൊമാറ്റോ, ചെറിയ പീസാക്കിയിട്ട് ടൊമാറ്റോ ഇടണം. ടൊമാറ്റോ ഇട്ട് നല്ല വഴറ്റിയെടുക്കുക. നിങ്ങൾക്കിനി വേറെ എന്തെങ്കിലും കറിയുടെ ഒരു റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഒന്ന് നല്ല ഫ്രൈ ആയിട്ടുണ്ട്. കുറച്ച് നല്ല ഫ്രൈ ആയതിന് ശേഷം വേണം മസാല ഇടാനായിട്ട്. ആദ്യം ഞാൻ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഈ ഒരു പരുവത്തിയിട്ട് ഇടാവൂ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. കുറച്ച് ഒരു സ്പൂണ് മുളക് പൊടി, അത് എരിവ് പാകത്തിന് മതി. പച്ചമുളക് വേണമെങ്കിലും ഇതിലിടാം. ഞാനിപ്പം പച്ചമുളക് ഇട്ടില്ല, മുളക് പൊടി. പിന്നെ 1 സ്പൂണ് ഗരം മസാല. ഇത്രയിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം, നല്ല ഫ്രൈ ആവണം. ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത്. അങ്ങനെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഇതാണ് ഇപ്പോൾ ഇതൊന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ, ഇത്രയും മതി. ഈ ഒരു പരുവത്തിൽ എടുക്കുക. ഇന്ന് ഫുഡിന് ഇതൊക്കെയാണ്: മീൻ വറ്റിച്ചത്, സാമ്പാർ, ബീട്രൂട്ട് തോരൻ, ഉള്ളിപ്പച്ചടി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.